അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം അമ്മ എൻ്റെ അടുത്തുനിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. ആ ഒരു സങ്കടത്തിലാണ് റിനുമോള്. കുട്ടി അമ്മ പോകുമ്പോഴും ഇങ്ങനെ കരയായിരുന്നു, പോയി കഴിഞ്ഞപ്പോഴും ഇങ്ങനെ കരയുന്ന കേട്ടോ. രാത്രി കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അങ്ങനെ അമ്മ പോയതിന് ശേഷം എൻ്റെ പണികളൊക്കെ തീർത്തപ്പോക്ക് റിത്തൂസ് വന്നേ സ്കൂൾ വിട്ടിട്ട്. അങ്ങനെ അവനെ മേലെ ഒഴുകി ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ 3 പേര് റെഡി ആയിട്ട് നിന്ന്. ഏട്ടൻ വരുമ്പോഴേക്കും റെഡി ആയിട്ട് നിന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. നേരെ പോയത് ജിയോൻ്റെ ഓഫീസിലേക്കാണ്. എൻ്റെ സിമ്മിന് ഒരുപാടായി റേഞ്ച് കിട്ടുന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി നേരെ ഞങ്ങൾ MM ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. റിനുമോളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവളുടെ മുഖത്ത് ഇങ്ങനെ വെള്ള കുത്തുകുത്തുണ്ട്. അപ്പം അതൊന്ന് കാണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഡോക്ടർ നിർമ്മല മാത്യുവിനാണ് കാണിക്കുന്നത്. ഡോക്ടർ പോവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ എന്തെന്നായാലും ഞങ്ങൾ വേഗം കാണിച്ച് കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ തന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് മരുന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ്. കാൽസ്യക്കുറവാണേ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ വേഗം റിനുമോളുടെ മുടി വെട്ടിക്കാനാണ് കേട്ടോ പോകുന്നത്. റിനുമോളുടെ മുടി ഒരു ചുരുളിച്ചുള്ള മുടിയാണ്, ഏട്ടൻ്റെ മുടിയാണ് കേട്ടോ. ഈ ഒരു സലൂണിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഫാമിലി സലൂണാണ് ഇത്. ഏട്ടൻ്റെ മുടിയും റിത്തൂസിൻ്റെ മുടിയൊക്കെ സ്ഥിരമായിട്ടും ഇവിടെ നിന്നാണ് വെട്ടിക്കാറ്. ഇപ്പം റിനുമോളുടെ മുടി ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വെട്ടിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നേ ഉള്ളൂ, മൊത്തമായിട്ടൊന്നും കുറയ്ക്കുന്നില്ല. എന്തായാലും നല്ല കുട്ടിയായിട്ട് അവൾ അടങ്ങി ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. ഏട്ടൻ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓണറും. അങ്ങനെ അപ്പം നല്ല ചുന്ദരിയായിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടേ. പോരുമ്പം അവിടുന്ന് ആ ഇക്കാക്ക മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ച്. ഞങ്ങൾക്ക് ഇന്ന് വേറെ പരിപാടി, കൂൾബാർ കയറുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. പോകുന്ന വഴിക്ക് റിത്തൂസ് അച്ഛ എനിക്കൊരു കടലെങ്കിലും വാങ്ങി തരുമോ ചോദിച്ചു. അങ്ങനെ കടലൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നേ. അപ്പം അത്രയേ ഉള്ളൂ, ടാറ്റാ.